ഗീതു മോഹൻദാസിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച സംവിധായകൻ രൂപേഷ് പീതാംബരൻ എന്നെ പറ്റി എന്താ പറയുന്നത്? ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ആശ്രയ എന്താണ് പ്രശ്നം? എന്താണ് ആശ്രയ? കസബ സിനിമ ഇപ്പോൾ ഗീതുവിന് ടോക്സിക് അല്ലേ എന്നായിരുന്നു രൂപേഷിന്റെ ചോദ്യം. ഉത്തരം പറ. അതെ, ഞാനൊരു മനുഷ്യനല്ലേടാ, പെട്ടെന്നൊരു കാരണം ഉണ്ടാക്കി പറയാൻ പറഞ്ഞാൽ നിന്നെ കൊണ്ട് പറ്റുമോ? കുറച്ച് ടൈം താടാ. ചിത്രത്തെ പറ്റി ഒരുപാട് മോശം റിവ്യൂ വരുന്നു. ഒപ്പം തന്നെ ഈ വിവാദങ്ങൾ കൊടുമ്പിരികൊള്ളുന്നുണ്ട്. എന്തൊരിത് ഇങ്ങനെയുണ്ടോരിത് അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. എൽദോ കഴിഞ്ഞ ദിവസമാണ് ടോക്സിക് തിയേറ്ററുകളിലേക്ക് എത്തിയത്. റിലീസ് ചെയ്ത പാടെ തന്നെ ഇന്ത്യ ഒട്ടാകെ തന്നെ നെഗറ്റീവ് റിവ്യൂകൾ കുമിഞ്ഞുകൂടുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. പറയാതിരിക്കാൻ നിവർത്തിയില്ല ഗൈസ്. കസബ എന്ന സിനിമ ടോക്സിക് ആയിട്ട് തോന്നുന്നുണ്ടോ, അതോ താങ്കളുടെ ചിത്രമായ ടോക്സിക് ആണോ തനിക്ക് ടോക്സിക് ആയി തോന്നുന്നത്? ഗീതു മോഹൻദാസിനോട് ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു രൂപേഷിന്റെ ചോദ്യം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. യാഷിന്റെ 4.5 വർഷത്തെ സിനിമാ ജീവിതം ടോക്സിക്കുമായി ബന്ധപ്പെട്ട് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു തുടങ്ങി നിരവധി വിമർശനങ്ങൾ ഗീതു മോഹൻദാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം? ഫെമിനിസത്തിന് ഒപ്പം തന്നെ നിൽക്കുന്ന ഗീതു മോഹൻദാസ് എന്തുകൊണ്ട് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു സിനിമ തന്നെ സൃഷ്ടിച്ചു എന്ന ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു. നമ്മളെ കുറിച്ച് ആരാണ് ഈ കുറ്റങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. കസബ സിനിമയ്ക്കെതിരെ അന്ന് സംസാരിച്ചത് എന്തുകൊണ്ട് ടോക്സിക്കിൽ തങ്ങൾ ചെയ്യുന്ന സിനിമയിൽ വരുമ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും പാലിക്കുന്നില്ല? പറയാതെ ഇവിടുന്ന് പോകൂല വിനായക. കാരണം ഇന്ന് പറയുന്നില്ല, നാളത്തേക്ക് ഈ മീറ്റിംഗ് അങ്ങ് നീക്കി വെച്ചാലോ? നിന്നെ ഞാൻ ഭൂമിയിൽ നീക്കും. ഗീതുവിനെതിരെ, ഗീതുവിന്റെ സിനിമയായ ടോക്സിക്കിനെതിരെ ഇതുപോലുള്ള വിവാദങ്ങൾ കൂടുതൽ ശക്തമാവുന്ന കാഴ്ച. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. ഇനി ഇറങ്ങാം. പിന്നെന്താ?